പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ് പ്രിയരെ, നിങ്ങളുടെ ആത്മാവ് ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച കർത്താവിൻ്റെ ദാസൻ ആ ഭക്തനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ പ്രഭാതത്തിലും പറയട്ടെ, നിങ്ങളുടെ ആത്മാവ് സുഖമായും ശുഭമായും ഇരിക്കണം എന്ന പ്രത്യാശയോടെ ഒരു നല്ല പ്രഭാത വന്ദനം നിങ്ങൾക്കെല്ലാവർക്കും നേരുന്നു. ഈ പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിൽ ആയിരിപ്പാൻ ദൈവം ഇടയാക്കിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ 1-2 ദിവസങ്ങളായി നാം ചിന്തിക്കുന്ന പദമാണ് ദൈവത്തിൻ്റെ സുരക്ഷിതത്വം. അതിനെക്കുറിച്ച് ഈ പ്രഭാതം കൂടെ ചിന്തിച്ച് നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ അതിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദവാക്യം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 23-ാം അധ്യായം 11-ാമത്തെ വാക്യമാണ്. രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ നിന്നു, ധൈര്യമായിരിക്കുക, നീ എന്നെക്കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. 12-ാമത്തെ വാക്യത്തിൽ, നേരം വെളുത്തപ്പോൾ ചില യഹൂദന്മാർ തമ്മിൽ യോജിച്ചു, പൗലോസിനെ കൊന്നുകളയുവോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്തു. ഈ 2 വാക്യത്തിൽ പൗലോസിന് അനുകൂലമായും പ്രതികൂലമായിട്ടുള്ള 2 പദങ്ങളാണ് നമുക്ക് കാണുന്നത്. സർവശക്തനായ ദൈവം പൗലോസിനോട് പറയുകയാണ്, ധൈര്യമായിരിക്കുക. എന്നാൽ 12-ാമത്തെ വാക്യത്തിൽ പൗലോസിനെതിരെ ചിന്തിക്കുന്ന ചിന്തകൾ എന്താണ്? അവരുടെ ചിന്തകൾ പൗലോസിനെ കൊന്നുകളയുവോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല. എന്നാൽ പ്രിയരെ, പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ സുരക്ഷിതത്വം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 18-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിലാണ് പൗലോസിനോടുള്ള ബന്ധത്തിൽ മറ്റൊരു തലം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതെ ഇരിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സുരക്ഷിതത്വം ഒരുക്കുന്ന ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാനുകൾ എത്രമാത്രം ഉണ്ടായിരുന്നുവോ അത് പൂർത്തീകരിക്കുന്നത് വരെ അവൻ്റെ ജീവനെയോ അവൻ്റെ പ്രാണനെയോ തൊടാൻ ആർക്കും ദൈവം അനുവാദം കൊടുത്തില്ല. എന്നാൽ പൗലോസിൻ്റെ ജീവിതത്തിൽ പലവട്ടം ഉറക്കിളപ്പുണ്ടായിട്ടുണ്ട്, പലവട്ടം പട്ടിണി ഉണ്ടാകിയിട്ടുണ്ട്, പലവട്ടം പൈതാകമുണ്ടായിട്ടുണ്ട്, കോലിനാളുടെ അടി കിട്ടിയിട്ടുണ്ട്, കല്ലേറുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെയെല്ലാം അവൻ്റെ പ്രാണനെ സൂക്ഷിച്ച ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയും. എല്ലാ മനുഷ്യനും ഒരു അവസാനമുണ്ട്. എന്നാൽ ആ സമയത്ത് ദൈവം അല്പം മുഖം മറയ്ക്കുമായിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിലുള്ള കാലത്തോളം മരണത്തിൻ്റെ ഒരു കരാളഹസ്തത്തിനും നമ്മെ തൊടുവാനോ പുൽകുവാനോ ദൈവം അനുവദിക്കുകയില്ല. ഈ പ്രഭാതത്തിൽ നിങ്ങളോട് പറഞ്ഞാൽ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന പദം, വാക്കുകൾ കേട്ട് ചൂരച്ചെടിയുടെ തണലിൽ ഉറങ്ങി ഏലിയാവ് പറയുന്ന പദം എങ്ങനെയാണ്? മതി യഹോവയെ മതി, നിന്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും ഞാൻ ശ്രേഷ്ഠനല്ല എന്ന് പറയുമ്പോൾ അവിടം കൊണ്ട് സകലതും അവസാനിപ്പിച്ച് എല്ലാം നിർത്തിപ്പോകുവാൻ ഇവിടെ ഏലിയാവ് ആഗ്രഹിക്കുമ്പോൾ, പ്രിയരെ ശ്രദ്ധിച്ച്, അവൻ്റെ അടുക്കലേക്ക് കനലിൽ ചുട്ടയടയും തുരുത്തിയിലെ വെള്ളവുമായി ഇറങ്ങി വന്നൊരു ദൈവം. എന്തിനാണ്? അവനെ കൊണ്ട് ഹോരേബിലോളം പോയി പിന്നെയും ശക്തമായ ശുശ്രൂഷ ചെയ്യിക്കുവാൻ ദൈവത്തിന് പ്ലാനുണ്ട്. പൗലോസിനെ കൊണ്ട് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. റോമയിൽ മാത്രമല്ല, നമുക്കറിയാം, യെരൂശലേമിൽ നിന്ന് ഇല്ലൂരിയ ദേശത്ത് വരെ സഞ്ചരിച്ച് 1500 കിലോമീറ്ററോളം
നഗ്നപാതനായി കാൽനടയായി സഞ്ചരിച്ച പൗലോസിനെ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ ജീവിതയാത്രയിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതികൾ എന്തോ അത് പൂർത്തീകരിക്കുന്നത് വരെ ലോകത്തിലൊരു ശക്തിക്കും നമ്മെ തൊടുവാൻ സാധ്യമല്ല, നമ്മുടെ ജീവനെ അപഹരിപ്പാൻ സാധ്യമല്ല. കാരണം വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു, നമ്മുടെ ജീവനെ അവൻ്റെ പാണ്ഡത്തിൽ കെട്ടിയിരിക്കുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ നിരാശപ്പെടേണ്ട. ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതികൾ വെളിപ്പെടുത്തുന്നത് വരെ നിന്നെ ഈ ലോകത്തുനിന്ന് മാറ്റുവാൻ ഒരു ശക്തിക്കും കഴിയുന്നതല്ല. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങൊരുക്കുന്ന നല്ല ശ്രേഷ്ഠ സുരക്ഷിതത്തിനായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങളത് അനുഭവിച്ചറിയട്ടെ. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ.